നമസ്കാരം, LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിട്ട് 1 വർഷം പിന്നിട്ടിട്ടും ഞാറക്കൽ ജലസംഭരണിയിൽ നിന്നും ജലവിതരണം നടത്തുന്നില്ല. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലവിതരണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സെന്റ് തോമസ് പള്ളിയിൽ ഖബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 343-ാം ശ്രാദ്ധ പെരുന്നാൾ നേർച്ച സദ്യക്ക് 10,000 എത്തി. മഞ്ഞപ്രയിലെ വ്യാപാര സ്ഥാപനത്തിലെ ഗുണ്ടാക്രമണം, പ്രതിഷേധവുമായി വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിട്ട് 1 വർഷം പിന്നിട്ടിട്ടും ഞാറക്കൽ ജലസംഭരണിയിൽ നിന്നും ജലവിതരണം നടത്തുന്നില്ല. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലവിതരണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഞാറക്കലിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജലസംഭരണിയിൽ നിന്നും ശുദ്ധജല വിതരണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഞാറക്കൽ നായരമ്പലം പഞ്ചായത്തുകളിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി 6 കോടി രൂപ മുതൽ മുടക്കിയാണ് ഞാറക്കലിൽ കൂറ്റൻ ജലസംഭരണി പണിതീർത്തത്. 12 വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 വർഷം മുമ്പ് പൂർത്തീകരിക്കുകയും 1 വർഷം മുമ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു. മന്ത്രി ഉദ്ഘാടനം ചെയ്തു പോയതെങ്കിലും കുടിവെള്ള വിതരണം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ആവശ്യപ്പെട്ടു. ഉദ്ഘാടനം കഴിഞ്ഞു കിടക്കുന്ന ഈ വാട്ടർ ടാങ്ക് ആ കാരണം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മാറ്റിവെക്കാം. പമ്പിംഗ് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വാട്ടർ ടാങ്കിന്റെ പമ്പിംഗ് ആരംഭിക്കുന്നതിന് ആരുടെയും ഒരു പ്രോട്ടോകോൾ ലംഘനവും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും 2-3 മാസം കൂടി ഉദ്യോഗസ്ഥർ ഇത് മാറ്റിവെക്കാതെ ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുന്ന നായരമ്പലം ഞാറക്കൽ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് MLA മുന്നിട്ടിറങ്ങണം. എന്തുകൊണ്ടാണ് ഇത് കമ്മീഷൻ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ പമ്പിങ് ആരംഭിക്കാത്തത്? ടെസ്റ്റിംഗ് പല പ്രാവശ്യവും നടത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാഴ്ചയ്ക്കകം നടത്തുമെന്ന് ജനപ്രതിനിധികൾ ഇളങ്ങുന്നപ്പോൾ മാലിപ്പുറത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ചെന്ന് ഓഫീസിൽ പിക്കറ്റ് ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറയുകയുണ്ടായി അധികൃതർ ഒരാഴ്ചയ്ക്കകം പമ്പിങ് ആരംഭിക്കും. ഇപ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞു. അപ്പോൾ ജനപ്രതിനിധികൾക്കും പുല്ലുവില, മറ്റുള്ളവർക്കും പുല്ലുവില കൊടുത്തുകൊണ്ട് ഈ അധികൃതർ കാണിക്കുന്ന ഇതേപോലെയുള്ള കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് ഞങ്ങൾ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തി. ഇവിടെ കാലിക്കൂടം ഉടച്ചുകൊണ്ടുള്ള സമരം, അതേപോലെ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എറണാകുളത്ത് അവർ ഓഫീസിൽ ചെന്ന് ഞങ്ങൾ സമരം നടത്തി. ഫണ്ട് അനുവദിക്കാതെ വരുമ്പോൾ ജിഡയുടെ ഓഫീസ് ചാത്തിയാത്ര റോഡിലുള്ള എറണാകുളത്ത് ഇവിടെയൊക്കെ സമരം നടത്തിയതിൻ്റെ ഫലമായി ഇപ്പോഴെങ്കിലും ഇത് പൂർത്തീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 12 വർഷമായെങ്കിലും. പക്ഷെ അത് ശുദ്ധജലം പമ്പ് ചെയ്യാതെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം വരുന്നില്ലല്ലോ. പറവൂർ സെന്റ് തോമസ് പള്ളിയിൽ ഖബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 343-ാം ശ്രാദ്ധ പെരുന്നാൾ നേർച്ച സദ്യക്ക് 10,000 എത്തി. പറവൂർ സെന്റ് തോമസ് പള്ളിയിൽ ഖബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 343-ാം ശ്രാദ്ധ പെരുന്നാൾ നേർച്ചയ്ക്ക് 10,000 എത്തി. രാവിലെ വിശുദ്ധ ഖബറെങ്കിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് എബ്രഹാം മോർ സേവ്രിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികനായിരുന്നു. തുടർന്ന് വിശുദ്ധ മൂന്നിമേൽ കുർബാനയ്ക്ക് മെത്രാപ്പൊലീത്തമാരായ കുര്യാക്കോസ് മോർ ദിയസ്കോറസ്, ഗീവർഗീസ് മോർ അത്തനാസിയോസ്, ഏലിയാസ് മോർ യൂലിയോസ് മുഖ്യ കാർമ്മികരായിരുന്നു. പ്രദക്ഷിണത്തിന് ശേഷം നേർച്ച സദ്യ ആശീർവദിച്ചു. വികാരി ഫാദർ വർഗീസ് പൈനടത്ത്, ഫാദർ എബ്രഹാം ചെമ്പോത്തുംകുടി, ഫാദർ എൽദോ തൈപ്പറമ്പിൽ, സെക്രട്ടറി നിബു കുര്യൻ അമ്പൂക്കൻ, ജോയിന്റ് ജനറൽ കൺവീനർ EA ജേക്കബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മഞ്ഞപ്രയിലെ വ്യാപാര സ്ഥാപനത്തിലെ ഗുണ്ട ആക്രമണം, പ്രതിഷേധവുമായി വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു. മഞ്ഞപ്ര ചന്ദ്രപ്ര ജംഗ്ഷനിൽ പാലമറ്റം ചിക്കൻ സെന്ററിൽ കയറി സ്ഥാപന ഉടമയുടെ കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ജോവിൻ ജോർജിനെ മലയക്കുടി സാജു എന്നയാൾ ഇരുമ്പ് കമ്പിക്ക് അടിച്ച് നട്ടലിന് ഗുരുതര ക്ഷതം സംഭവിച്ച് അങ്കമാലി ഇറ്റിൽഫർ ആശുപത്രിയിൽ ചികിത്സയിടേണ്ടി വന്നതിൽ പ്രതിഷേധിച്ചാണ് മഞ്ഞപ്ര മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ തുടർ സമരങ്ങൾ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ 307 പ്രകാരം മനഃപൂർവമായ നരഹത്യക്ക് കേസെടുത്തുകൊണ്ട് അവനെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഈ കടകളിലേക്ക് ഒരാളും ഇനി കടന്നു വരാൻ തയ്യാറാകാത്തവരും മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്.
ഇതുകൊണ്ട് നടക്കില്ല എന്നാണെങ്കിൽ പ്രിയപ്പെട്ട നിയമപാലകരോട് പറയാനുള്ളത്, ഞങ്ങളോട് പറഞ്ഞേക്കുക, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം അല്ലേ? നാളെ ജില്ലാ സെക്രട്ടറി പരസ്യമായി ഇവിടെ നിന്ന് നിയമത്തിനെതിരായി വെല്ലുവിളിച്ചു എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏറ്റവും സമാധാനപരമായി, ഏറ്റവും നിയമപരമായി, ഏറ്റവും സമാധാനപരമായി ഒരു സമരം നടത്തിയിട്ട് ആ സമരത്തിന് ഫലം കാണുന്നില്ല എങ്കിൽ ആ നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ എടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് ഞങ്ങൾ അനുവദിച്ചു തരില്ല. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോളി മാടൻ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി നേതാക്കളായ NV പോളച്ചൻ, ഏലിയാസ് താടിക്കാരൻ, എൽദോസി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാരണവശാലും ഇതുപോലെയുള്ള ഗുണ്ട ആക്രമണങ്ങൾ ഇനി മഞ്ഞപ്പറയുടെ നാട്ടിൽ നടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജോയൽ ജോർജിന് തല്ലിയ ഈ സാജു എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടയ്ക്കുന്നത് വരെ, കൊലപാതക കുറ്റം ചുമത്തി തുറങ്കലിലടയ്ക്കുന്നത് വരെ നമുക്ക് വിശ്രമം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. തേയിലത്തുരുത്ത് അങ്കണവാടിയിൽ മലമ്പനി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. ലോക മലമ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗമാണ് തേയിലത്തുരുത്ത് അങ്കണവാടിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ഹെൽത്ത് ചെക്കപ്പ് നടത്തി. ഡോക്ടർ അജോ പോൾ, ഡോക്ടർ അനുരാഗി എന്നിവരാണ് ക്ലാസ് നയിച്ചത്. മഴക്കാല രോഗ പ്രതിരോധത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. അങ്കണവാടി ടീച്ചർ ഷൈജി, സോഷ്യൽ വർക്കർ P നയന, അനഘ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം കെട്ടിക്കിടക്കുന്നത് പരമാവധി തടയുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാവുന്നത് പുതിയ നിർമ്മാണ കെട്ടിടങ്ങളൊക്കെ, ചിലപ്പോൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനിടയിൽ ടാങ്കുകളും വെള്ളം സൂക്ഷിക്കത്തില്ല, വീട്ടുകൾ കുറ്റിക്കത്തി സൂക്ഷിക്കും. ചിലപ്പം ടെറസിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട്. അവിടെയൊക്കെ ഈ കൊതുകൾ വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ടാങ്കുകൾ വലയിട്ട് മൂടാൻ ശ്രമിക്കുക. മലേറിയ നമ്മൾ അധികം കാണാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു കുറച്ച് പോപ്പുലേഷനിൽ നമ്മൾ സംശയം വരുമ്പോൾ, ഡെങ്കു അല്ല എന്ന് പറയുമ്പോൾ ഈ പനി ഇതേപോലെ ഒരു സൈക്ലിക്കൽ സ്റ്റേജ് പിന്തുടരുമ്പോൾ നമ്മൾ മലേറിയയുടെ പെരിഫറൽ ബ്ലഡ് സ്മിയർ, അത് നമുക്ക് ഏത് ലാബിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പെരിഫറൽ ബ്ലഡ് സ്മിയർ. പക്ഷെ അത്ര കേസസ് നമ്മുടെ കേരളത്തിൽ അധികം ഇല്ല. കാസർഗോഡ് ഏരിയയിലും പിന്നെ ഈ അതിഥി തൊഴിലാളികൾ വരുമ്പോഴാണ്. പിന്നെ നിങ്ങൾ വീടുകളിൽ ചെയ്യാൻ പറ്റുന്നത്, വീടുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒന്ന് നിങ്ങളുടെ ടാങ്കുകൾ മഴക്കാലത്തിന് മുമ്പ് നിങ്ങൾ ക്ലീൻ ആക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അത് ക്ലീൻ ആക്കുമ്പോൾ ജസ്റ്റ് വെള്ളം കമത്തി കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ചാൽ പോരാ, അത് ഫുള്ളായിട്ട് തേച്ച് അടിച്ച് കഴുകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അനോഫിലിസ് ആണെങ്കിലും ഏഡീസ് ആണെങ്കിലും ഈ ഏഡീസ് കൊതുകുകളൊക്കെ ഈ ബക്കറ്റിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ മേൽഭാഗത്ത് ഒട്ടിപ്പിടിച്ച്, അതിൻ്റെ മുട്ടകളെ ഈ ബക്കറ്റിൻ്റെ മേൽഭാഗത്ത് ഒട്ടിപ്പിടിച്ച് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി പിന്നെയും വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത പ്രാവശ്യം വെള്ളം വരുമ്പോൾ അത് മുട്ട പിന്നെയും പെരുകി കുഞ്ഞുങ്ങളായി തുടങ്ങും. അപ്പോൾ നമ്മൾ എപ്പോഴും തേച്ചൊഴിച്ച് കഴുകണം. ജസ്റ്റ് കമത്തി, നമ്മളിപ്പോൾ എന്താ ചെയ്യണം, വീടിൻ്റെ അടുത്ത് മഴക്കാലം വെള്ളം അധികം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പുറത്ത് ബക്കറ്റ് വെക്കും, നമ്മളത് വെള്ളം ഒഴിച്ച് പിന്നെയും കളയും, അടുത്ത പ്രാവശ്യം വെള്ളം വെക്കും. പക്ഷെ തേച്ചൊഴിച്ച് കഴുകിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു യൂസും ഇല്ല. ഞാറക്കലിൽ പുതിയതായി പണി കഴിപ്പിക്കുന്ന ക്ഷേത്രത്തിന്റെ ശിലാന്യാസം ശിവഗിരി ശ്രീനാരായണ സംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിച്ചു. ഞാറക്കൽ സഹോദര നഗറിൽ 4.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിച്ചു. എളങ്കുന്നപ്പുഴ കവലയിലെത്തിയ സ്വാമിയെ വാദ്യമേളങ്ങളുടെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രാങ്കണത്തിലെത്തിയ സ്വാമിയെ ക്ഷേത്രഭാരവാഹികൾ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങുകൾക്ക് സഭാ പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ, സഭാ സെക്രട്ടറി KG സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിട്ട് 1 വർഷം പിന്നിട്ടിട്ടും ഞാറക്കൽ ജലസംഭരണിയിൽ നിന്നും ജലവിതരണം നടത്തുന്നില്ല. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലവിതരണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പറവൂർ സെന്റ് തോമസ് പള്ളിയിൽ ഖബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 343-ാം ശ്രാദ്ധ പെരുന്നാൾ നേർച്ച സദ്യക്ക് 10,000 മഞ്ഞപ്രയിലെ വ്യാപാര സ്ഥാപനത്തിലെ ഗുണ്ടാക്രമണം, പ്രതിഷേധവുമായി വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.